വിഘ്ന അഡ്ലസ്മിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ വാട്ടർ കളർ പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്. അപ്പോൾ എന്താണെന്നല്ലേ ഒരു വൈറ്റ് പെൻ. അപ്പം എന്താണ് ഈ വൈറ്റ് പെൻ, അതിനെക്കൊണ്ട് എന്താണ് അതിൻ്റെ ഉപയോഗം, അപ്പോൾ നമുക്ക് എന്തൊക്കെ മാജിക്കാണ് അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതേപോലെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ ഈ പെൻ എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മളത് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പം നനഞ്ഞ പെയിൻറ്റ്, അത്യാവശ്യം നല്ലപോലെ നനഞ്ഞ പെയിൻറ്റ് എടുത്തിട്ട്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് നല്ലോണം കളർ പിഗ്മെൻ്റ് ഉള്ളത് എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ബ്ലാക്കാണ് എനിക്ക് ബോർഡറിൽ ഫുള്ള് വേണ്ടത്, അതുകൊണ്ട് ബ്ലാക്കിനെ അടിച്ച് അത് കഴിഞ്ഞ് സെൻറ്ററിലേക്ക് കുറച്ച് ബ്ലൂവിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ലെയർ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡ്രോപ്പ് ഓൺ വെറ്റ് കളർ എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് ഉണ്ട്. ആ ടെക്നീക്സൊക്കെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 2 വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അതിനുശേഷം നമ്മൾ സ്പ്ലാറ്റർ ചെയ്തു, കുറച്ച് സ്റ്റാറിൻ്റെ ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് സ്പോട്ടുകൾ സ്പ്ലാറ്റർ ചെയ്തു. അപ്പോൾ ഇത്രയും ടെക്നിക്സ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാനാണ് നമ്മൾ വൈറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. വൈറ്റ് പെൻ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല, നമ്മൾ സാധാ വെള്ള പെന്നാണ്, വെള്ള ഇങ്കുള്ള പെന്ന്, ജെൽ പെന്നൊക്കെ പോലൊരു സാധനം. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്ലേക്സിൻ്റെ ഓരോ ലെഗുകളും വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്ലേക്സിൻ്റെ ഓരോ ലെഗും വരയ്ക്കുമ്പം 2 ലൈനായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു സെമി ട്രാൻസ്പെറൻറ്റ് ഇഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അതേപോലെ നമ്മൾ വൈറ്റ് പെന്നിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വൈറ്റ് പെൻ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. വൈറ്റ് പെൻ ഈ പറയുന്ന പോലെ നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വൈറ്റ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈറ്റ് യൂസ് ചെയ്യാം. അതേപോലെ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ നമുക്കറിയാം വൈറ്റ് പെയിൻറ്റ് ആസച്ച് നമ്മൾ യൂസ് ചെയ്യില്ല, പക്ഷേ ഇങ്ങനെ വൈറ്റ് വെറുതെ സ്പേസ് വിട്ടിട്ട് ആണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇൻ കേസ് ചിലപ്പോൾ നമ്മളോട് ചെറുതായിട്ട് തെറ്റിപ്പോയിട്ട് ചെറിയ എന്തെങ്കിലും സ്ഥലത്ത് കുറച്ച് നമുക്ക് വൈറ്റ് വീണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റിങ് അല്ലെങ്കിൽ ഒരു ഇറേസർ പോലെ ഈ വൈറ്റ് പെന്നിനെ യൂസ് ചെയ്യാം. അതേപോലെ അല്ലാണ്ട് നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ സ്മൂത്തായിട്ട് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ, ബോർഡേഴ്സ് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ വൈറ്റ് പെൻ യൂസ് ചെയ്യാം. ഇനി ചിലപ്പോൾ വൈറ്റ് പെൻ എവിടെ നിന്നാണ് കിട്ടുക, ഇതൊന്നും ഞങ്ങളിൽ ഇല്ലയെന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇഫക്റ്റ് ആക്രിലിക് കൊണ്ട് ട്രൈ ചെയ്യാം. അതായത് ആക്രിലിക് വൈറ്റിനെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ ഇഫക്റ്റിനെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം, നമ്മൾ സാധാ പെന്ന് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം, വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ കുറച്ചും കൂടി നല്ല പെർഫെക്ഷനും കിട്ടും. അതാണ് നമ്മൾ ഈ സൂപ്പർ ഹീറോ വൈറ്റ് പെൻ. ഇത് യൂണിബോളിൻ്റെ പെന്നാട്ടോ, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ട് കമ്പനി ഒന്നുമില്ല, യൂണിബോളിൻ്റെ വൈറ്റ് പെന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർ ഫ്ലേക്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏത് പാറ്റേണാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. ഇന്ന പാറ്റേണൊന്നുമില്ല, ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പാറ്റേൺ എടുത്ത് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞി ഫ്ലേക്കിനെ താഴെയും വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുത്തുകൾ അവിടെയും ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. ഒരു സ്കൈ അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഫ്ലേക്സും കൂടി ഉള്ളതെന്ന് തോന്നിക്കുന്ന പോലെ ഒരു ഇഫക്റ്റും കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് സെറ്റായിരിക്കുന്നു. എന്നിട്ട് അവസാനം ഈ ഫ്ലേക്സ് ഭയങ്കര വൈറ്റ് ആയിരിക്കുമല്ലോ, അപ്പം വൈറ്റ് അല്ല, കുറച്ച് സെമി ട്രാൻസ്പെറൻ്റ് ആയതിനെ കൊണ്ട് കുറച്ച് നമ്മൾ യൂസ് ചെയ്ത ബ്ലൂവിനെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അവിടെ ആക്കി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.